തിരുവനന്തപുരം ബാലരാമപുരം പുന്നക്കാട് ശ്രീകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. കാണിക്കവഞ്ചി പൊളിച്ച് മോഷണം നടത്തി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞു. അജീഷ് ജയകുമാർ വിവരങ്ങൾ ചെയ്യുന്നു. അജീഷ്, ഈ മോഷ്ടാവ് ആരാണ് എന്ന് ഈ CCTV-യിൽ വ്യക്തമാണോ? പോലീസ് അന്വേഷണം എങ്ങനെയാണ് അജീഷ്? ഹാഷ്മി, വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ മോഷണം നടക്കുന്നത്. നേറ്റിങ്ങിന്റെ നൈനാക്കോണം കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം. ഈ കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നിട്ടുണ്ട്. 15,000-ഓളം രൂപ നഷ്ടമായെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ഓഫീസ് മുറിയും കുത്തിത്തുറക്കാൻ ശ്രമം നടന്നുവെങ്കിലും വിജയിച്ചിട്ടില്ല. ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഒരു പാൻസും ഷർട്ടും ഒരു കണ്ണടയും ധരിച്ച ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. 3 മാസം മുമ്പും ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. അന്നും കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് പണം അപഹരിച്ചിരുന്നു. ഇയാൾ തന്നെയാണ് ഇത്തവണയും മോഷണം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ച് ഇയാളെ കണ്ടെത്തിയതാണ്, ഇയാളെ ആളെ തിരിച്ചറിഞ്ഞു എന്നാണ് സൂചന. ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. അജീഷ് ജയകുമാറാണ് വളരെ സമർത്ഥമായി അവിടെ നിന്ന് കാണിക്കവഞ്ചി കുത്തിപ്പൊളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അജീഷ് ജയകുമാർ അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ആരാണ് ഏതാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. അപ്പോൾ ഇത്രത്തോളം വളരെ ക്ലിയറായ CCTV ദൃശ്യങ്ങൾ ഉള്ളപ്പോൾ അത് അയാളെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല.